വയനാട് കേണിച്ചിറയിൽ കൂട്ടിലായ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വനംവകുപ്പ്. കടുവയ്ക്ക് പ്രായാധിക്യം മൂലമുള്ള അവശതകളുണ്ട്. മുൻഭാഗത്തെ പല്ലുകൾ കൊഴിഞ്ഞ നിലയിലാണ്. പല്ലു കൊഴിഞ്ഞ കടുവ, സിംഹമെന്ന് കേട്ടിട്ടുണ്ടല്ലേ. കടുവയുടെ ശരീരത്തിൽ മുറിവേറ്റ പാടുകളുണ്ടെന്നും വനംവകുപ്പ് പറയുന്നു. ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, കടുവയെ നമ്മൾ കൂട്ടിലാക്കിയിട്ടുണ്ട്, പക്ഷേ കടുവ പ്രായമുള്ള കടുവയാണ് അല്ലേ? ശാരീരിക അസ്വസ്ഥതകളുണ്ട്, പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് തോന്നുന്നു അല്ലേ? അരുൺകുമാർ, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കേണിച്ചിറയെ വിറപ്പിച്ച ഈ കടുവ കൂട്ടിലായത്. വനംവകുപ്പ് ഈ മേഖലയിൽ ഒരു കൂട് സ്ഥാപിച്ചു. ആ കൂട്ടിനകത്ത് നേരത്തെ കടുവ പിടികൂടിയ ഒരു പശുവിന്റെ ജഡം, പകുതിയുള്ള ജഡം ഉണ്ടായിരുന്നു. അതിനകത്തേക്കാണ് കടുവ കയറിയതും പിന്നീട് കടുവ കുടുങ്ങുകയും ചെയ്തത്. അതിനുശേഷം ഇന്നലെ തന്നെ വനംവകുപ്പ് ഈ കടുവയെ സുൽത്താൻ ബത്തേരിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ കടുവയെ ഈ വെറ്റിനറി ടീമിന്റെ പ്രാഥമിക പരിശോധനയിലാണ് കടുവയ്ക്ക് ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്ന് വനംവകുപ്പ് മനസ്സിലായിട്ടുള്ളത്. മാത്രമല്ല, ഈ കടുവയ്ക്ക് 10 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണ്. 10 വയസ്സ് പ്രായമുള്ള കടുവയായതുകൊണ്ട് തന്നെ പ്രായാധിക്യത്തിന്റെ അവശതകൾ ഉണ്ട്. മാത്രമല്ല, മുൻനിരയിലെ ഇടതുവശത്തെ പല്ല് ഒന്ന് കൊഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ കടുവ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം കാട്ടിൽ മൃഗങ്ങളെ ഇരതേടി പിടിക്കുവാനുള്ള ശേഷി നഷ്ടപ്പെട്ട കടുവയായതുകൊണ്ടാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഈ വളർത്തുമൃഗങ്ങളെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നും കരുതുന്നു. ഏതായാലും നേരത്തെ നമ്മൾ ഇന്നലെ കണ്ട ദൃശ്യങ്ങളെല്ലാം വ്യക്തമായി നമുക്ക് മനസ്സിലാവും. കടുവയുടെ മുഖത്ത് ഒരു ഭാഗത്തായി ചെറിയ നീരുണ്ട്. ഒരുപക്ഷെ ഈ പല്ല് കൊഴിഞ്ഞ ഭാഗത്തുകൂടി അണുബാധ ഉണ്ടായതാണോ എന്നും വനംവകുപ്പ് സംശയിക്കുന്നുണ്ട്. അതിനായി ഇനിയിപ്പോൾ കൂടുതൽ വിശദമായ പരിശോധനകൾ നടക്കേണ്ടിയിരിക്കുന്നു. വെറ്റിനറി ടീം അംഗങ്ങളും ഒപ്പം മെഡിക്കൽ ടീമും കടുവയെ രാവിലെ പ്രാഥമിക പരിശോധനകൾക്ക് വിധേയമാക്കിയിരുന്നു. ഈ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും ഇനി കൂടുതൽ പരിശോധനകൾ നടക്കുക. കടുവയുടെ ശരീരത്തിൽ പലയിടങ്ങളിലും മുറിവേറ്റ പാടുകളുണ്ട്. ഒരുപക്ഷെ ഈ വനാതിർത്തിയിൽ നിന്ന് ജനവാസ മേഖലകളിലേക്കോ കൃഷിയിടങ്ങളിലേക്കോ കടക്കുന്ന വഴിയിൽ ഉണ്ടായ മുറിവുകളാകാം ഇതെന്നും കരുതുന്നുണ്ട്. കേണിച്ചിറയ്ക്ക് താൽക്കാലിക ആശ്വാസമായി എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്ക് യു ദീപക്. കേണിച്ചിറയ്ക്ക് താൽക്കാലിക ആശ്വാസമായിട്ടുണ്ട്, പക്ഷേ കടുവ അവശനിലയിലാണ്. വാർദ്ധക്യമാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മാത്രവുമല്ല, ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോൾ മുള്ളുകമ്പികളുടെ ഇടയിലൂടെയൊക്കെ നുഴഞ്ഞിറങ്ങുമ്പോൾ സ്വാഭാവികമായും കടുവയുടെ ശരീരത്തിൽ പാടുകളും പരിക്കുകളും ഒക്കെ ഉണ്ടാവും.